ഹായ്, ദിസ് ഇസ് മാറൂഫ്, ദ സെയിൽസ് എക്സ്പെർട്ട്. സെയിൽസുമായി ജോലി ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പലപ്പോഴും നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. കറക്റ്റ് അല്ലേ? ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നോർമൽ സെയിൽസ് പേഴ്സണാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പക്ഷേ ഒരു സെയിൽസ് മാസ്റ്റർ ആവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണോ ആ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്, ആഫ്റ്റർ ദ സൈറ്റ് വിസിറ്റ് ഓർ ആഫ്റ്റർ ദ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്, നമ്മൾ അവരെ ആദ്യം നമ്മൾ എന്താണോ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു ഐഡിയ ക്ലയൻറ്റിന് കൊടുത്തിരിക്കണം. ടീച്ച് ദം ക്ലിയർലി വാട്ട് വി ആർ ഗിവിങ് ടു ദം. സോ സെക്കൻഡ് തിങ്, നമ്മൾ കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം റിസ്ക് അവെയർനെസ് പറയേണ്ടത്, ഞങ്ങളുടെ പ്രൈസ് ഇതാണ്, നിങ്ങൾ ഈ കൊട്ടേഷൻ വെച്ച് ഡിലേ ആക്കി കഴിഞ്ഞാൽ, ഡിസിഷൻ എടുക്കാൻ ഡിലേ ആക്കിയാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് അവർ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഓക്കെ ലെറ്റ് മീ നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കരുത് മെസ്സേജ് ഒരിക്കലും. ദ കൺട്രോൾഡ് ക്ലോസ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയേണ്ടത്, നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയാം, നമുക്ക് ഈ വർക്ക് വരുന്ന ആഴ്ചയിലോ അല്ലെങ്കിൽ വിത്തിൻ 2 ഡേയ്സിൻ്റെ ഉള്ളിലോ നമുക്ക് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ ഡെലിവറി ചെയ്യാം. അതായത് ഒരു ടൈം ഫ്രെയിം കൊടുക്കുക. വി നീഡ് ടു ഡിസൈഡ് ദ ഡിസിഷൻ ഫ്രം ദ ക്ലയൻറ്റ്. യു ഗോട്ട് ഇറ്റ്? നമ്മളാണ് ക്ലയൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്, അല്ലാതെ അവരല്ല. ഈ മെത്തേഡ് ഒന്ന് പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ ഒരുപാട് നിങ്ങളുടെ പെൻഡിങ് ആയിട്ടുള്ള കൊട്ടേഷൻ ചിലപ്പോൾ ക്ലോസ് ആവാം. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വി വിൽ അച്ചീവ് അവർ മില്യനെയർ ഗോൾ. ബൈ.